ഹലോ, ഞാനിന്ന് വന്നിരിക്കുന്നത് കപ്പ പുഴുങ്ങുന്നതിൻ്റെ മധുരക്കിഴങ്ങ് പുഴുങ്ങുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മധുരക്കിഴങ്ങാണ് കേട്ടോ. ഇത് കപ്പ എല്ലാം ഞാൻ പൊളിച്ചെല്ലാം നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിലോട്ട് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മീതെ വരെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ഇട്ട് അടച്ച് വെച്ച് വേവിക്കണം. കുക്കറിലിട്ട് ഒരു 2-3 വിസിൽ വരുന്ന വരെ വേവിക്കാം. നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിനി മധുരക്കിഴങ്ങ് ഇതുപോലെ തന്നെ കഴുകി എടുക്കണം. നല്ല ക്ലീനായിട്ട് അതിൻ്റെ തൊലിയിലുള്ള എല്ലാം നല്ലപോലെ അഴുക്കൊക്കെ കാണും. അതെല്ലാം നല്ല ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കണം. തൊലി കളയേണ്ട ആവശ്യമില്ല. നല്ല ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം നിറച്ചൊഴിച്ച് കൊടുത്തിട്ട് ഉപ്പിടണം. ഉപ്പിടുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. ഉപ്പിട്ടിട്ട് അടച്ച് വെച്ച് നല്ലവണ്ണം വേവിക്കണം. ഒരു 2 വിസിലോളം മതി. അതുപോലെ തന്നെ പുളിമുളകെല്ലാം ഇതിനുള്ള പച്ചമുളക് ഉള്ളിയും കൂടെ എല്ലാം ചതച്ച് പുളിമുളക് ഞെരടിയിട്ടുണ്ട്. വളംപുളി ഇട്ടിട്ടുണ്ട്. ഉപ്പും ഇട്ട് എണ്ണയെല്ലാം ഒഴിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മുളക് കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ മത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല മുളക് കറി വെച്ചിട്ടുണ്ട്. കപ്പ ഏകദേശം വെന്തിട്ടുണ്ട്. കപ്പ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ നമ്മുടെ മധുരക്കിഴങ്ങും വെന്തിരിക്കുകയാണ്. മധുരക്കിഴങ്ങ് നമുക്ക് മാറ്റാം. മധുരക്കിഴങ്ങിന് ഇതിൻ്റെ തൊലി ഒലിച്ച് മാത്രം കഴിക്കണം. മുളക് കറി ആയിട്ടുണ്ട്, കപ്പയും ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.